ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് എക്സാമിൽ വരുന്ന ചില ഭാഗങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കേട്ടറ്റ് എക്സാമിന് ഇപ്പോൾ മുതൽ അപേക്ഷിക്കാം. 2025 ജനുവരി 18, 19 തീയതികളിലാണ് എക്സാം നടക്കുക. അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന സമയം അഥവാ ലാസ്റ്റ് ഡേറ്റ് 20/11/2024 അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, കാറ്റഗറി 4-ൽ താരീഖുൽ അദബ്, ജനറൽ അറബിക്, അറബിക് പെഡഗോജി, നഹ്വ്, ബലാഗ, അറൂള, മലയാളം, സൈക്കോളജി എന്നീ വിഷയങ്ങളിലായിരിക്കും എക്സാം നടക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് സൈക്കോളജിയിൽ നിന്നുമുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. അതിൽപ്പെട്ടതാണ് വളർച്ചയും വികാസവും, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പം അതിലുള്ള ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തത്, ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർധനവിനെയാണ് വളർച്ച കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർധനവിനെയാണ് വളർച്ച കൊണ്ട് സൂചിപ്പിക്കുന്നത്. അടുത്തത്, ജൈവ കോശങ്ങളുടെ വർധനവിന്റെ ഫലമാണ് വളർച്ച. അടുത്തത്, വ്യക്തിയെ അനുക്രമമായി പരിപക്വതയിലേക്ക് നയിക്കുന്ന പുരോഗമനാത്മകമായ മാറ്റമാണ് വികാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ വികാസം എന്താണെന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങളും ദീർഘകാലം നിലനിൽക്കുന്ന അസുഖങ്ങളും കുട്ടികളുടെ വികാസത്തെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികാസത്തിലും വ്യത്യാസമുണ്ട്. അപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികാസത്തിലും വ്യത്യാസമുണ്ട്. അടുത്ത പോയിന്റ്, വികസനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലെ വികസനോത്മക പ്രവർത്തികളുടെ ഒരു പട്ടിക ആവിഷ്കരിച്ചത് ഹാവിങ്സ്റ്റൺ ആണ്. അപ്പൊ അതാണ് വളർച്ചയെയും വികാസത്തെയും കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത്, വളർച്ചയെ കുറിച്ചാണ് പറയുന്നത്, ഗ്രോത്ത്. വളർച്ച എന്നുള്ളത് എന്താണ്? പാരിമാണികമാണ്. അതുപോലെ പരിപക്വത പ്രാപിക്കുന്നതോടെ അവസാനിക്കുന്നു. അപ്പോൾ വളർച്ച എന്താകുന്നുണ്ട്? പരിപക്വത പ്രാപിക്കുന്നതോടുകൂടെ അത് അവസാനിക്കുന്നുണ്ട്. പിന്നെയോ, അനസ്യൂത പ്രക്രിയയല്ല, ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. അടുത്ത പോയിന്റ്, പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വളർച്ച എന്ത് ചെയ്യുന്നില്ല? പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. അടുത്ത പോയിന്റ്, മാറ്റങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും അളക്കാനും കഴിയും. അത് ഒരു വളർച്ചയുടെ ഒരു ഇതിൽപ്പെട്ടതാണ്, ഒരു പോയിന്റിൽപ്പെട്ടതാണ്. ഏത്? വളർച്ച മാറ്റങ്ങൾ, വളർച്ചയുടെ മാറ്റങ്ങളും എന്ത് ചെയ്യാൻ കഴിയും? നേരിട്ട് നിരീക്ഷിക്കാനും അളക്കാനും കഴിയും. പിന്നെ ഒരു പോയിന്റാണ്, വളർച്ച വികസനത്തിന് കാരണമാകാം, അല്ലെന്നും വരാം. ഒന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ആവാം? വളർച്ച വികസനത്തിന് കാരണമാകാം, അല്ലാതിരിക്കുകയും ചെയ്യാം. ഇനി അടുത്തത് വികാസമാണ്, ഡെവലപ്മെന്റ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽപ്പെട്ട ഒരു പോയിന്റാണ് ഗുണാത്മകമാണ്. അടുത്തത്, പരിപക്വതയോടെ അവസാനിക്കുന്നില്ല. അപ്പോൾ വികാസം എന്നത് പരിപക്വതയോടുകൂടെ എന്താകുന്നില്ല? അവസാനിക്കുന്നില്ല. പക്ഷെ വളർച്ചയോ അത് അവസാനിക്കുന്നുണ്ട്. ഇനി അടുത്തത്, ജനനം മുതൽ മരണം വരെ അനസ്യൂതമായി നടക്കുന്നു. അപ്പം വികാസം ജനിച്ചത് മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? വികാസം. അടുത്തത്, സമഗ്രമായ മാറ്റത്തെ കുറിക്കുന്നു. അടുത്തതോ, പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കും. അടുത്ത പോയിന്റാണ്, മാറ്റങ്ങൾ പലതും നേരിട്ട് നിരീക്ഷിക്കാനോ അളക്കാനോ കഴിയില്ല. പക്ഷെ വളർച്ചയാവട്ടെ അത് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ വികാസത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ പലതും നേരിട്ട് നിരീക്ഷിക്കാനോ അളക്കാനോ കഴിയില്ല. അതുപോലെ തന്നെ ഒരു പോയിന്റാണ്, വികസനം
വളർച്ചയില്ലാതെ തന്നെ സാധ്യമാകും. വികസനം വളർച്ചയില്ലാതെ തന്നെ എന്ത് ചെയ്യും? അത് സാധ്യമാകുന്ന ഒരു പ്രക്രിയയാണ്.